ഹായ് ഫ്രണ്ട്സ്, ആർഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ട്രേഡിംഗ് ഡേയിൽ മാർക്കറ്റ് നേടിയ നേട്ടങ്ങളെ അതിൻ്റെ പകുതിയോളം മായ്ച്ചു കളയുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. ത്രൂ ഔട്ട് ദ സെഷൻ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫോൾ ആയിരുന്നു. ക്ലോസിംഗ് വരെ യാതൊരു വിധത്തിലുള്ള ഒരു റിക്കവറിയുടെ ലക്ഷണവും മാർക്കറ്റ് കാണിച്ചിട്ടില്ലെന്ന് ആ ചാർട്ടുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ 486 പോയിന്റിന്റെ ഒരു ഇടിവോടെ 22,819 നിൽക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഫോളിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലും ഈ രീതിയിലുള്ള ഒരു ഫോൾ ഉണ്ടായത്. നമുക്കറിയാം, മുമ്പത്തെ ട്രേഡിംഗ് സെഷനിലൊക്കെ ഇറാൻ US ആ സംഘർഷം വലിയ തോതിൽ അയവ് വരുന്നതായിട്ടും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒരു 15 പോയിന്റ് സീസ് ഫയർ പ്ലാനൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിൽ പ്രൈസൊക്കെ 95 ലെവലിലൊക്കെ താഴ്ന്നിരുന്നു. എന്നാൽ ഈ ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച ആ 15 ഇന സമാധാന നിർദ്ദേശങ്ങളെ ഇറാൻ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് അവരുടേതായ ഒരു 5 പോയിന്റുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സീസ് ഫയർ പ്ലാനാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒരു 5 പോയിന്റ് നോക്കുകയാണെങ്കിൽ, ഒന്ന് ആക്രമണങ്ങളും കൊലപാതകങ്ങളും അവസാനിപ്പിക്കുക, അതുപോലെ യുദ്ധവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരങ്ങൾ നൽകുക, അതുപോലെ ഹോർമസ് സ്ട്രെയ്റ്റിൽ ഇറാനുള്ള ആ ഒരു പരമാധികാരം അംഗീകരിക്കുക, അതുപോലെ ഇവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഹിസ്ബുള്ള, ഹമാസ് പോലെയുള്ള കക്ഷികളെ സംരക്ഷിക്കുക, അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക, അതുപോലെ ഇറാനെതിരെയുള്ള എല്ലാ പൂർണ്ണമായ ഉപരോധങ്ങളും നീക്കുക. ഇതൊക്കെയാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ. അപ്പോൾ ഇറാന്റെ ഈ ഒരു സീസ് ഫയർ ഫോർമുല അവർ കൂടുതൽ കടുപ്പിച്ചതുകൊണ്ട് തന്നെ ആ സമാധാനത്തിൻ്റെ, അപ്പോൾ ആ വെടിനിർത്തലിൻ്റെ ഒരു സാധ്യത വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാർത്ത വന്നതോടുകൂടി ഇന്നലെ വീണ്ടും ക്രൂഡ് ഓയിൽ മുകളിൽ ഉയർന്നതായിട്ട് കാണാം. അത് 110 റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ട്രംപ് ഈ ഇറാന്റെ പ്രതികരണത്തോട് പ്രതികരിച്ചിട്ടുള്ളത് അത് അൺഫെയർ ആണെന്നാണ്, അന്യായമാണെന്നാണ്, ഞാനത് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ട്രംപ് പറഞ്ഞിട്ടുള്ളത്, എനർജി ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ US നടത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആക്രമണം അത് ഏപ്രിൽ 6 വരെ നീട്ടിവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇറാനുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനാലാണ് ഈ ഒരു താൽക്കാലിക ആശ്വാസം നൽകിയിരിക്കുന്നത് എന്നാണ്. ചർച്ചകൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാൻ ഇത് തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. കൂടാതെ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് അതിപ്പോഴും ഭാഗികമായിട്ട് ഇറാന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രന്റ് ക്രൂഡിന്റെ റേറ്റ് ഈ രീതിയിൽ ഇപ്പോൾ രണ്ടാമതും ഉയർന്നിട്ടുള്ളത്. എന്നാൽ അവിടെ ഇന്ത്യ ഉൾപ്പെടെ 5 രാജ്യങ്ങൾക്ക്, 5 സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് അതിൽ പോകാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ട്രംപിന്റെ നേതൃത്വത്തിൽ സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോഴും ഇസ്രായേൽ ഇറാൻ വാർ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നാവി കമാൻഡറായിട്ടുള്ള അഡ്മിറൽ അലി റേസ തങ്സിരിയെ ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ UAE, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇറാന്റെ ഡ്രോണും മിസൈലുകളുടെയും ഒക്കെ ആക്രമണം തുടരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ US-ന്റെ സൈനിക വിന്യാസം അതിന്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 50,000-ഓളം സൈനികരെ മൊത്തത്തിൽ വിന്യസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് US നടത്തുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാൻ വഴിയുള്ള പിൻവാതിൽ ചർച്ചകളും നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുകൂടാതെ ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള ഡിപ്ലോമാറ്റിക് നീക്കങ്ങളും സജീവമായിട്ടുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഏപ്രിൽ 6 വരെയുള്ള സമയം ഗ്ലോബൽ മാർക്കറ്റിനും ലോക സമാധാനത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തീയതിക്ക് മുമ്പായിട്ട് ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 3.5% ഒരു ശക്തമായ അപ്സൈഡ് മൂവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൂവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോഫിറ്റ് നേടിയവരൊക്കെ ആ ഒരു സെൽ ഓൺ റൈസ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർ സെല്ല് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇന്ന് മാർക്കറ്റ് ഇടിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കൂടാതെ നമുക്കറിയാം, നെക്സ്റ്റ് 2 ഡേ ഹോളിഡേയ്സ് ആണ്. സ്വാഭാവികമായിട്ട് ഓവർനൈറ്റ് തങ്ങളുടെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നത് വളരെ റിസ്ക് ആണെന്ന് ഇൻവെസ്റ്റേഴ്സ് കരുതുന്നതുകൊണ്ടും, പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ വാർ വലിയ തോതിൽ പെട്ടെന്ന് എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആയിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ഭയം കാരണമാണ് വലിയ തോതിൽ സെല്ലിങ് ഈ ഫ്രൈഡേ ഉണ്ടായിട്ടുണ്ടാവാൻ മറ്റൊരു കാരണം. കൂടാതെ ഇന്ത്യൻ രൂപി 94.7 എന്നുള്ള അതിൻ്റെ പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ചരിത്രത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യൻ രൂപി നിൽക്കുന്നത്. അപ്പോൾ ഈ രൂപയുടെ മൂല്യത്തകർച്ചയും അന്താരാഷ്ട്ര വിപണിയിലുള്ള ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലവർധനവും അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ഇമ്പാക്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് 112 കടന്നതും രൂപയുടെ മൂല്യം 94.7 എന്ന റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിയതും അപ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽസ് ഇറക്കുമതിയുടെ ചെലവ് വലിയ തോതിൽ കുത്തനെ അത് കൂട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പെട്രോളിന്റെ ഡീസലിന്റെയും വില മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ രൂപയുടെ വീക്ക്നെസ്സും ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഹൈക്കും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോളിന് ലിറ്ററിന് 24 രൂപ നഷ്ടത്തിലാണ് എണ്ണ കമ്പനികൾ ഇപ്പോൾ വിൽക്കുന്നത്. അതുപോലെ ഡീസൽ 30 രൂപ നഷ്ടത്തിലാണ് വിൽക്കുന്നത്. അപ്പോൾ സർക്കാർ മേഖലയിലുള്ള IOCL, BPCL, HPCL പോലെയുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ അവരെ വില വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും നയാര പോലെയുള്ള പ്രൈവറ്റ് കമ്പനികൾ ഓൾറെഡി പെട്രോളിന് ലിറ്ററിന് 5 രൂപയും
ഡീസലിന് 3 രൂപയും വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. എന്നാൽ ഗവൺമെൻറ് ഈ ഒരു സാഹചര്യത്തിൽ ഇടപെട്ടുകൊണ്ട് എക്സൈസ് ഡ്യൂട്ടി വെട്ടിക്കുറച്ചതായിട്ട് കാണാം. ഇപ്പോൾ പെട്രോളിന് 13 നിന്ന് അത് 3 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. ഡീസലിൻ്റേത് 10 രൂപ ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതും കാണാം. അതുകൊണ്ട് റീറ്റെയിൽ മേഖലയിൽ ഇപ്പോൾ വില മാറ്റമില്ലാതെ തന്നെ താൽക്കാലികമായിട്ട് തുടരുകയാണ്. എന്നാൽ ഈ ഒരു US ഇറാൻ സംഘർഷം ദീർഘകാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 150, 200 ലെവൽ വരെയൊക്കെ പോകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ആകുമ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥ വരും. അതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് മാത്രമായിരിക്കാം ഗവൺമെൻറ് ഈ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടാവുക. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷം വില വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ FISൻ്റെ സെല്ലിങ് വീണ്ടും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ മാർച്ച് മാസം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ FISൻ്റെ സെല്ലിങ് നമ്മൾ കാണുന്ന ആ ഒരു ഫിഗറിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇന്ത്യ വിക്സും ഇന്ന് ഏകദേശം 8% ഉയർന്നിട്ട് പഴയ 26 എന്നുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നിലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി തികച്ചും പ്രവചനാതീതമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു ഡാറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുക, ട്രംപ് 2025 ജനുവരി 20-ാം തീയതിയാണ് അമേരിക്കയിലെ 2ാമത്തെ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം ഓരോ അനൗൺസ്മെൻറ്റും, അത് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴി ആകട്ടെ, മറ്റ് പ്രസ് കോൺഫറൻസ് ആവട്ടെ, അതല്ല അദ്ദേഹത്തിൻ്റെ യൂട്ടേണുകളാവട്ടെ, ഇതൊക്കെ മൊത്തത്തിൽ മാർക്കറ്റിനെ സൈഡ് വേസ് ആയിട്ട് പോകാനും കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകാനും കാരണമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡാറ്റ നമ്മൾ പുറകോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് അധികാരത്തിലേറുമ്പോൾ നിഫ്റ്റി ഉണ്ടായിരുന്നത് 23,344 എന്ന ലെവലാണ്. അതിനുശേഷം നമ്മുടെ മാർക്കറ്റിൽ 26,000 എന്ന ലെവൽ വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലൊക്കെ ട്രംപിൻ്റെ പല അനൗൺസ്മെൻറ്റുകളും എത്രമാത്രം നമ്മുടെ വേൾഡ് വൈഡ് മാർക്കറ്റും നമ്മുടെ മാർക്കറ്റും പുറകോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷത്തെ ഡാറ്റകൾ നോക്കിയാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. കാരണം അധികാരമേറ്റ ആ ദിവസം ഏകദേശം 140-150 പോയിന്റ് നിഫ്റ്റി ഉയർന്നിരുന്നു. എന്നാൽ 2025 ഏപ്രിലിൽ ഈ റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അവിടെ 100-150 പോയിന്റിൻ്റെ ഇടിവ് നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നു. അന്ന് ഏകദേശം 22,161 ലെവലിലൊക്കെ ആയിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. പിന്നീട് ഓഗസ്റ്റ് 1-നാണ് 25% താരിഫ് എന്ന സംഭവം ഇന്ത്യക്ക് മേൽ വരുന്നത്. അന്ന് ഏകദേശം 212 പോയിന്റോളം നിഫ്റ്റി ഇടിഞ്ഞിരുന്നു. നിഫ്റ്റി നല്ല കയറി വരുന്ന സമയത്തായിരുന്നു അത് സംഭവിച്ചത്. പിന്നീട് ഓഗസ്റ്റ് 27-ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ 50% താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ നിഫ്റ്റിയുടെ ആ ഒരു മൊമെൻറ്റം തീർത്തും ഇല്ലാതായിട്ട് 24,500-ലേക്കൊക്കെ വന്നതായിട്ട് കാണാം. അതിനുശേഷമാണ് സെപ്റ്റംബറിൽ H-1B വിസ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് $1 ലക്ഷം ഫീസ് വേണം എന്നൊക്കെയുള്ള നിയമങ്ങൾ വരുന്നത്. അന്നും മാർക്കറ്റിൽ തിരുത്തൽ നടന്നിരുന്നു. 25,327-ലൊക്കെയാണ് അന്ന് നിഫ്റ്റി ഉണ്ടായിരുന്നത്. പിന്നീട് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് നിർത്താനുള്ള ഇന്ത്യ സമ്മതിച്ചു എന്ന ട്രംപിൻ്റെയൊക്കെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ താരിഫ് 25%-നും 18% കുറച്ചത് ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് വീണ്ടും ഉയർന്നിരുന്നു. 25,500-ലേക്ക് അത് തിരിച്ചു വന്നിരുന്നു. ഈ 50% താരിഫ് പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞുകൊണ്ട് 18%-ലേക്ക് അത് കൊണ്ടുവന്നിരുന്നു. അന്ന് ഏകദേശം 150 പോയിന്റോളം നമ്മുടെ മാർക്കറ്റ് ഉയർന്നിരുന്നു. 25,776 ലെവലിലാണ് അന്നൊക്കെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് US-ൽ ഈ സുപ്രീം കോടതി വിധിപ്പിൻ്റെ ഒരു പ്രത്യാഘാതം ട്രംപ് നേരിടുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ 15% ആ ഒരു താരിഫിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ രീതിയിൽ മാർക്കറ്റ് പോയിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ടായി വരുമ്പോഴാണ് വീണ്ടും ഈ യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ ആ യുദ്ധം ആരംഭിച്ചതായിരുന്നില്ല പ്രശ്നം, അത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വലിയ തോതിൽ ഉയർത്തിയതായിരുന്നു പ്രശ്നം. അപ്പോൾ ട്രംപ് ഓരോ സമയത്തും വാർ എസ്കലേഷൻ അല്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ ഭീഷണിയൊക്കെ മുഴക്കുമ്പോൾ മാർക്കറ്റ് ഇടിയുകയും പിന്നീട് അദ്ദേഹം സമാധാന ചർച്ചകളിലേക്ക് പോകുമ്പോൾ മാർക്കറ്റ് ഉയരുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് എത്തിയിരിക്കുന്ന ഈ 23,000 അല്ലെങ്കിൽ അതിലും താഴെ പോയിരിക്കുന്ന ഈ ഒരു ലെവല് അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്തുള്ള നിഫ്റ്റിയേക്കാൾ താഴ്ന്ന ലെവലാണ്. അപ്പോൾ ട്രംപ് വന്നതിന് ശേഷം നമ്മുടെ മാർക്കറ്റ് അതിൻ്റെ തുടക്കവും ഇപ്പോഴത്തെ അവസ്ഥയും നോക്കുകയാണെങ്കിൽ വലിയ നഷ്ടങ്ങളാണ് മാർക്കറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ഈ തീരുമാനങ്ങൾ പ്രകാരം ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മളിന്ന് നിഫ്റ്റിയുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഓപ്ഷൻ ചെയിൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പുട്ട് റൈറ്റേഴ്സ് ഏറ്റവും അധികം നിൽക്കുന്നത് 23,000 എന്ന നിലയിലാണ്. പക്ഷേ ഇന്ന് 23,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു ലെവൽ കാണുന്നത് 22,700, 22,750 ലെവലുകളൊക്കെയാണ്. മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഈ ഒരു അസ്ഥിരത കണക്കിലെടുക്കുമ്പോൾ വലിയ തുകകൾ ഒന്നിച്ച് നമ്മൾ ലംസമായിട്ട് സ്റ്റോക്കുകൾ നിക്ഷേപിക്കുന്നത് വളരെ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള നയം സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവിടെ നമ്മൾ കയ്യിൽ ലിക്വിഡ് ക്യാഷ് കയറുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം. അപ്പോൾ ക്യാഷ് ആണ് ഇപ്പോൾ കിങ്. അപ്പോൾ ഇതാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ പിന്തുടരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പല ലീഡിംഗ് ആയിട്ടുള്ള ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെയും ക്യാഷ് ഹോൾഡിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ SBI മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള AMC ആണ്. അവരുടെ കയ്യിൽ 26,000 കോടിയുടെ ക്യാഷ് ഹോൾഡ് ചെയ്താണ്, ഇൻവെസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം അവരുടെ മൊത്തം അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൻ്റെ 2.3 മുതൽ 4.5% വരെയുള്ള ഒരു ഹോൾഡിംഗ് ആണ്.
അതുപോലെ HDFC മ്യൂച്വൽ ഫണ്ട് ഏകദേശം 19,000 കോടി ക്യാഷ് ഹോൾഡിങ്ങിൽ നിൽക്കുകയാണ്. ICICI മ്യൂച്വൽ ഫണ്ട് ഏകദേശം 15,000 കോടി അവർ ക്യാഷ് ഹോൾഡിങ്ങിലാണ് നിൽക്കുന്നത്. അതുപോലെ ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ഏകദേശം 10,000 കോടി ക്യാഷ് ഹോൾഡിങ്ങിലാണ്. ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് 5,000 കോടിയോളം ക്യാഷ് ഹോൾഡിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ഏകദേശ കണക്കാണ്. ഇപ്പോൾ വിവിധ സ്കീമുകൾ മാറുന്നതിനനുസരിച്ച് ഈ ശതമാനത്തിൽ വ്യത്യാസം വരാം. അപ്പോൾ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് പോലെയുള്ള പല ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളും 15 മുതൽ 20% വരെ അവർ ക്യാഷ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവരൊക്കെ കാത്തിരിക്കുകയാണ് മാർക്കറ്റിൻ്റെ ഒരു ബോട്ടത്തിന് വേണ്ടിയിട്ട്. ഇത്തരം ഘട്ടത്തിൽ അവരുടെ ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതാണ് ഇൻവെസ്റ്റേഴ്സിനും നല്ലത്. കൂടാതെ നമ്മളൊരു വലിയൊരു തകർച്ച നേരിടും. ഇപ്പോൾ തന്നെ ലോക്ക്ഡൗണിനെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനെ ഗവൺമെൻറ് തന്നെ അത് നിശ്ചയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ വിപണിയിലുള്ള വലിയ തകർച്ച വരുമ്പോൾ, നമ്മളെ സ്റ്റോക്കുകളിലൊക്കെ വലിയ തകർച്ച വരുന്ന അവസരത്തിൽ ഒരുപക്ഷെ ലോസ് ബുക്ക് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ക്യാഷ് ലിക്വിഡ് ഫണ്ടിലേക്ക് മാറ്റുന്നത് ഒരു നല്ല സ്ട്രാറ്റജി ആയിരിക്കും. ഇപ്പോൾ നിലവിലുള്ള ഒരു ഇടിവ് ഒരുപക്ഷെ 22,500, 22,000 ലെവൽ വരെയൊക്കെ പോയേക്കാം. അപ്പോൾ അതൊക്കെ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നമ്മളെ കയ്യിൽ ക്യാഷായിട്ട് ഹോൾഡിംഗ് ഉണ്ടായിരിക്കണം. നമുക്ക് ആവറേജ് ചെയ്യാനും നല്ല സ്റ്റോക്കുകൾ അതിൻ്റെ വാല്യൂ ബൈയിങ് നടത്താനും ഒക്കെ ഉള്ള ഒരു അവസരം അത് സൃഷ്ടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതൊക്കെയാണ് മാർക്കറ്റുമായി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.